വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം രാത്രിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ച പോലീസ് നടപടി പരാജയഭീതിയിലായ CPM-ന്റെ നിർദ്ദേശപ്രകാരമെന്ന് കോൺഗ്രസ്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ആഭ്യന്തരമെന്നും CPM-ന്റെ കയ്യിലായിരിക്കില്ലെന്ന വസ്തുത അടിമപ്പണി ചെയ്യുന്ന പോലീസുകാർ ഓർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. മരണകാരണം താലൂക്ക് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചയെന്ന് പരാതി. നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DMOയ്ക്ക് കലക്ടറുടെ നിർദ്ദേശം. ഇ-POS സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വേതന പാക്കേജ് പരിഷ്കരിക്കണം. ഒറ്റപ്പാലത്ത് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം. പോത്തിറച്ചി കഴിച്ചതിന് 2 യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസം. മ്ലാവിറച്ചി കഴിച്ചെന്നാരോപിച്ച് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് ചാലക്കുടി സ്വദേശികളായ യുവാക്കളെ. ഇവർ കഴിച്ചത് മ്ലാവിറച്ചിയല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് യുവാക്കൾ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വിദേശ സിഗരറ്റുമായി ആലപ്പുഴ സ്വദേശി പിടിയിൽ. 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ എക്സൈസ് പിടിച്ചെടുത്തു. പിടിയിലായ യുവാവിനെയും സിഗരറ്റും സംസ്ഥാന GST വകുപ്പിന് കൈമാറി. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ഖത്തർ എയർവേസ് വിമാനത്തിൽ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, PK ഫിറോസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം രാത്രി പോലീസ് തടഞ്ഞുവെച്ച് പരിശോധിച്ചതിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. പരാജയഭീതിയിലായ CPM-ഉം പോലീസും ചേർന്നുള്ള നാടകമാണ് നിലമ്പൂരിൽ അരങ്ങേറിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാലക്കാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വടകരയിലെ കാഫിർ പ്രചരണത്തിൻ്റെയും പാലക്കാട് നീലപ്പെട്ടി വിവാദത്തിൻ്റെയും മാതൃകയിൽ നെറുകെട്ട രാഷ്ട്രീയ നാടകമാണ് പോലീസുമായി ചേർന്ന് CPM നിലമ്പൂരിലും നടത്തുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. അനാവശ്യ വാഹന പരിശോധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നഗരത്തിൽ നീല ട്രോളി ബാഗുമായി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ A. കൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രശോഭ് വത്സൻ, നഗരസഭാംഗം FB ബഷീർ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, ബ്ലോക്ക് ഭാരവാഹികളായ AM അബ്ദുള്ള, KR ശരരാജ്, ഫിൻഡോ ഫ്രാൻസിസ്, KN സഹീർ, C. മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ സമീപനത്തിന് ശേഷം ഇപ്പോൾ MLA ജനകീയനാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന MLA അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇതുപോലെ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ BJP-യും ഒരുമിച്ചതും ഒരു മുന്നണിയായി പ്രവർത്തിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. വെട്ടി വിവാദം കൊണ്ടുവന്നു, പണത്തിന്റെ വിവാദം കൊണ്ടുവന്നു. ഒന്നിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാ തൊട്ടുപുറകിൽ നടക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം. വർഗീയ വിഷം ചുറ്റുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ നേതാക്കന്മാരായ CPM-ന്റെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ
തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും കൂട്ടത്തോടെ എത്തി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. മരണപ്പെട്ട സിനീഷിന്റെ അമ്മ ഷീല ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കരഞ്ഞാണ് മോർച്ചറിക്ക് മുന്നിലെത്തിയത്. അതെ ചേച്ചിനെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. ഒടുവിൽ സബ് കളക്ടർ എത്തി ചർച്ച നടത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നുമുള്ള സബ് കളക്ടറുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചത്. 34 വയസ്സുള്ള സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഹെർണിയ ഓപ്പറേഷനു വേണ്ടിയാണ് സിനീഷിന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അനസ്തേഷ്യ നൽകിയത്. ഇതിനു പിന്നാലെ അലർജിയെ തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടായി. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇ-പോസ് സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം 19-ാം മൈൽ ഷാലൂസ് കോൺഫറൻസ് ഹാളിലെ കെ രാധാകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു രാജ്യത്ത് ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാമൂഹ്യമായ സുരക്ഷിതത്വം, മനുഷ്യർക്ക് ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകാനാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വവും ചുമതലയുള്ളത്. ആ ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നതിൽ നിന്ന് ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ പുറകോട്ട് പോകാൻ പാടില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം ഇപ്പോഴും വളരെ വളരെ പ്രയാസത്തിലും കഷ്ടതയിലും മനുഷ്യന്റെ ഭക്ഷ്യഭദ്രത പോലും പൂർണ്ണമായി ഉറപ്പുവരുത്താനാകാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോഴും അതിലേക്ക് സഞ്ചരിക്കുന്നുള്ളൂ, പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൽ നസീർ അധ്യക്ഷത വഹിച്ചു. കെ ജനാർദ്ദനൻ അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി PA സേതുരാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി A കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V മണികണ്ഠൻ, CP ബാലചന്ദ്രൻ, K ബാലഗോപാൽ, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് K അച്യുതൻകുട്ടി, സെക്രട്ടറി A പ്രേമചന്ദ്രൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി P ഹംസ, K ഗോപിനാഥ്, പ്രദീപ്, സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പോത്തിറച്ചി കഴിച്ചതിന് 2 യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസം. ചാലക്കുടി സ്വദേശികളായ ജോബിയെയും സുജീഷിനെയുമാണ് മ്ലാവിറച്ചി കഴിച്ചെന്നാരോപിച്ച് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഇവർ കഴിച്ചത് മ്ലാവിറച്ചി അല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മ്ലാവിറച്ചി കഴിച്ചു എന്നാരോപിച്ച് ജോബിയും സുജീഷും ഉൾപ്പെടെ 6 പേരെ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മ്ലാവിനെ വേട്ടയാടി പാചകം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പ്രതികൾ ജയിൽവാസം അനുഭവിച്ചത് 35 ദിവസം. പിന്നീട് ഹൈക്കോടതിയിലെത്തിയാണ് ജാമ്യം നേടിയത്. ഈ കേസിലാണ് ശാസ്ത്രീയ പരിശോധനയിൽ നിർണായക വിവരം പുറത്തുവന്നിരിക്കുന്നത്. പ്രതികൾ കഴിച്ചത് മ്ലാവിറച്ചിയല്ല, കന്നുകാലി വിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്നാണ് പരിശോധനാ ഫലം. പോലീസും വനം വകുപ്പും മർദ്ദിച്ച് തെറ്റായ മൊഴി നൽകിപ്പിച്ചു എന്നാണ് യുവാക്കളുടെ ആരോപണം. തീർച്ചയായിട്ടും, കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ ചാനലിന് വേണ്ടിയിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് സത്യങ്ങളാണ്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട്. കാരണം നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മൾ സത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തത്. ഇനി ഇതിൻ്റെ പേരിൽ വേറെ നമ്മളെ മേത്തേക്ക് വേറെ കേസുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഭയമുണ്ട് എനിക്ക്. FIR റദ്ദാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് യുവാക്കളുടെ തീരുമാനമെന്ന്
അഭിഭാഷകൻ പറഞ്ഞു. എല്ലാവരും സമാനമായ സാഹചര്യത്തിൽ വിക്ടിമാക്കപ്പെട്ട ആളുകളാണെന്ന്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. ഗവൺമെൻറ് മിഷണറിയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് സത്യത്തിൽ ഈ വിഷയങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് ഈ പറയുന്ന ഫോറസ്റ്റുകാരും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് മിഷണറീസും നൽകിയിട്ടുള്ള അവരുടെ FSL റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ളതാണ്. ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അവിടെ നിന്ന് ഏറ്റവും സുതാര്യമായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് ഇത് പക്ഷേ കുറച്ചും കൂടി നേരത്തെ ആക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഈ 35 ദിവസം അല്ലെങ്കിൽ 40 ദിവസക്കാലമൊന്നും ഈ പറയുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിലോ റിമാൻഡിലോ എടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് കുറച്ചും കൂടി പെട്ടെന്നാക്കിയിരുന്നെങ്കിൽ ഇപ്പം ചാലക്കുടി തന്നെ മുൻപുണ്ടായിരുന്ന ഷീല സിൻഹയുടെ കേസിലൊക്കെ സമാനമായ സാഹചര്യമായിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് വനം വകുപ്പിൻ്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാർ ചെക്ക് പോസ്റ്റിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ പിടികൂടി. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്ത് സംസ്ഥാന GST വകുപ്പിന് കൈമാറി. വെള്ളിയാഴ്ച വൈകിട്ട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് എയർബസിലെ യാത്രക്കാരനായ ആലപ്പുഴ സ്വദേശി താനപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള നൗഫലിനെ എക്സൈസ് പിടികൂടിയത്. ബാംഗ്ലൂർ എറണാകുളം എയർബസിലാണ് ഇയാൾ യാത്ര ചെയ്തിരുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 1480 പാക്കറ്റ് സിഗരറ്റ് എക്സൈസ് പിടിച്ചെടുത്തു. വിപണിയിൽ 3 ലക്ഷം രൂപ വില വരുന്ന വിദേശ സിഗരറ്റുകളാണിതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് സിഗരറ്റ് കൊണ്ടുവന്നത്. നിയമപരമായ രേഖകളൊന്നും കൈവശമില്ല. തുടർ നടപടിയെന്ന നിലയിൽ നൗഫലിനെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് ഇയാളെയും തൊണ്ടിയും സ്റ്റേറ്റ് GST വകുപ്പിന് കൈമാറി. വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ PR പ്രസാന്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷെരീഫ് PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് G പ്രഭ, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, PS മനോജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റൂറൽ ജില്ലയിൽ 2025 വർഷം കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തമായി തുടരുകയാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ടകളായ പോത്തുകണ്ണൻ സുജിത്തിനെയും ബിനോയിയെയും ഏറ്റവും ഒടുവിലായി ജയിലിലാക്കി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 40 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചിട്ടുണ്ട്. ആകെ 97 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളും സ്വീകരിച്ചു. ഒടുവിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ട മാള മടത്തുംപടി ചാക്കാട്ടിക്കുന്ന് ദേശത്ത് കോനാട്ട് വീട്ടിൽ പോത്തുകണ്ണൻ എന്ന് വിളിക്കുന്ന 32 വയസ്സുള്ള സുജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ മുരിങ്ങൂർ തെക്കുമുറി വില്ലേജിൽ ആറ്റപ്പാടം മാളിയേക്കൽ വീട്ടിൽ 28-ഉള്ള ബിനോയിയെ കാപ്പ ചുമത്തി 6 മാസത്തേക്കാണ് ജയിലിലടച്ചത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുജിത്തിൻ്റെ വീടിനടുത്തുള്ള ചക്കാട്ടിക്കുന്നിലുള്ള ഭാര്യയുടെ വീട്ടിൽ വന്ന് ഉത്തരവ് ലംഘിച്ചതിനാണ് സുജിത്തിനെ മാള പോലീസ് ചക്കാട്ടിക്കുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP KG സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് സുജിത്ത് നിയമലംഘനം നടത്തിയതായി അറിഞ്ഞതിനെ തുടർന്ന് മാള ISHO സജിൻ ശശി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെനിയയിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നൈറോബിയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് നൈറോബിയിൽ നിന്നുള്ള ഖത്തർ എയർവേസ് വിമാനത്തിലാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചത്. അപകടത്തിൽ മരിച്ച മണ്ണൂർ സ്വദേശികളായ റിയയുടെയും മകൾ ടൈറയുടെയും മൃതദേഹങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മണ്ണൂർ പുത്തൻപുര വീട്ടിലെത്തും. ഞായറാഴ്ച രാവിലെ വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് വിവരം. തുടർന്ന് മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിക്കും. മരണപ്പെട്ട മണ്ണൂർ സ്വദേശികളായ റിയയുടെയും മകൾ ടറയുടെയും മൃതദേഹങ്ങൾ
ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മണ്ണൂർ പുത്തൻപുര വീട്ടിലെത്തും. കൂടെ മരണപ്പെട്ട റിയയുടെ പരിക്കേറ്റ ഭർത്താവ്, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. മണ്ണൂർ പുത്തൻപുര കൃഷി വീട്ടിൽ 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവിന്റെ നാടായ പോത്തന്നൂരിലെത്തിച്ച് സംസ്കരിക്കും. സംഭവം അറിഞ്ഞ് വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും വെള്ളിയാഴ്ച വീട്ടിലെത്തിയിരുന്നു. കൃഷിമന്ത്രി പി പ്രസാദും വെള്ളിയാഴ്ച വൈകിട്ട് റിയയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. 15 മിനിറ്റ് വീട്ടിൽ ചിലവഴിച്ചാണ് കൃഷിമന്ത്രി മടങ്ങിയത്. CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു എന്നിവരും പ്രാദേശിക നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MP-യും ഭാര്യ തുളസി ടീച്ചറും വീട് സന്ദർശിച്ചിരുന്നു. മുൻമന്ത്രി AK ബാലൻ, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, MR മുരളി, S അജയൻ, M ഹംസ, മുണ്ടൂർ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിമാരായ S കൃഷ്ണദാസ്, CR സജീവ് എന്നിവരും വീട്ടിലെത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്, NCP ജില്ലാ സെക്രട്ടറി SKN നജീബ് തുടങ്ങിയ നിരവധി പേർ വീട് സന്ദർശിച്ചിരുന്നു. ഖത്തറിൽ നിന്നുള്ള 28 വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മധ്യകനിയിലെ ഞാൻഡെർവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. മണ്ണൂർ പുത്തൻപുര വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൾ 41 വയസ്സുള്ള റിയയും 8 വയസ്സുള്ള മകൾ ടെറസയും ആണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന ടൂർ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി. മോഷ്ടാക്കളെന്ന് കരുതുന്ന 2 പേരുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 10:40ഓടെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചൈനീസ് ബസാറിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോണാണ് മോഷണം പോയത്. പിലാത്തറ മുട്ടിപ്പാലം സ്വദേശിനി ശരണ്യയുടെ മോഷണം പോയ മൊബൈൽ ഫോണിന് 24,000 രൂപയോളം വിലയുണ്ട്. ജോലി തേടിയെത്തിയ 2 യുവാക്കളാണ് മോഷണം നടത്തിയിരിക്കുന്നത്. യുവാക്കൾ മോഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതായി ശരണ്യ പറഞ്ഞു. ഏകദേശം ഒരു 17-18 വയസ്സ് തോന്നുന്നത് അവർ വേക്കൻസി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓണറില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു വെച്ചാൽ അവരപ്പം തന്നെ ഇറങ്ങിപ്പോയി. പെട്ടെന്ന് കടയിൽ റഷായ കാരണം പിന്നെ അവർ തിരിച്ച് കയറിയത് കണ്ടില്ല. തിരിച്ച് കയറിയൊരു അവർ വന്ന ഈ ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. 24,000 രൂപയോളം വില വരും ഫോണിന്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 5 മിനിറ്റ് ആ ഒരു ടൈം കഴിഞ്ഞൊരു 5 മിനിറ്റ് സമയത്ത് തന്നെ വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന പാഞ്ഞാൾ സ്വദേശി സുബ്രഹ്മണ്യൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ചെറുതുരുത്തി സെൻട്രലിലാണ് സംഭവമുണ്ടായത്. ചെറുതുരുത്തി പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ തീയണച്ചു. ടാങ്ക് പൊട്ടിത്തെറിക്കുമെന്ന ഭയം കൊണ്ടാണ് തീയണയ്ക്കാൻ ശ്രമിക്കാതിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കോട്ടായി സെൻട്രൽ പ്രധാന പാതയിലെ വെള്ളക്കെട്ട് നീക്കാൻ ഓവുചാൽ നിർമ്മാണത്തിന് തുടക്കമായി. കുഴൽമന്ദം റോഡിൽ സഹകരണ ബാങ്ക് കെട്ടിടത്തിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. ഓവുചാൽ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കണ്ടെത്തിയതോടെ 10 ലക്ഷം രൂപ ചെലവിലാണ് സ്ഥലത്ത് PWD കൾവർട്ട് നിർമ്മിക്കുന്നത്. 2 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് PWD AE അറിയിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മൂല്യാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം നൽകി മണ്ണൂർ UP സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഒപ്പം ഡിജിറ്റൽ അച്ചടക്കം, റോഡ് സേഫ്റ്റി എന്നീ വിഷയങ്ങളിലും ക്ലാസുകൾ നടന്നു. പറളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ S മൻസൂർ അലി, VV രമേശ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. വാങ്ങിക്കോ? അവർ ചിലപ്പോ മിഠായിയുടെ രൂപത്തിലോ മറ്റ് പൊടിയുടെ രൂപത്തിലോ എന്തെങ്കിലും മയക്കുമരുന്ന് സാധനങ്ങളോ മറ്റു കലർത്തിയ സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ അപരിചിതത്തിൽ നമ്മൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല. അപരിചിതർ നമ്മുടെ സുഹൃത്തുക്കളാണോ? അല്ലല്ലോ. നമ്മുടെ സുഹൃത്തുക്കളാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സുഹൃത്തുക്കളാരാണ്? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുമാണ്, അല്ലേ? ഹെഡ് മിസ്ട്രസ് TA ഷരീഫ, PTA പ്രസിഡന്റ് N ഗണേഷ്, KM അബ്ദുൽ ഹക്കീം,
PS സ്വാതി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എക്സൈസ് ഓഫീസർമാർക്ക് ഉപഹാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊതുമുതൽ സംരക്ഷണത്തെക്കുറിച്ച് കോട്ടായി ചമ്പറക്കുളം AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. PTA എക്സിക്യൂട്ടീവ് അംഗം M. രാജേഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ MB സുധ, MP ബീന, PV അനീഷ്, ബേബി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ സ്വാഗതവും P. ഹിബത്തുള്ള മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. മാള അഷ്ടമിച്ചിറയിലാണ് അജ്ഞാത ജീവി ആടുകളെ കടിച്ചു കൊന്നത്. അഷ്ടമിച്ചിറ വെള്ളാനി വീട്ടിൽ ആനിയുടെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. 2 മാസം മുമ്പ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ 6 ആടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയികളായവരെയും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ചടങ്ങ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ പത്തിരിപ്പാല സ്കൂളിലെ വിജയം എന്നുള്ളത് പോലെ തന്നെ മറ്റുള്ള എല്ലാ സ്കൂളുകളിലും അവരുടെ സ്കൂളിൻ്റെതായ രീതിയിലുള്ള വിജയം എല്ലാവരും കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ റസാഖൻ നമ്മുടെ സൂചിപ്പിച്ചു, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് മറ്റേ ലഹരിക്കും മറ്റും അടിമയായിക്കൊണ്ട്, അതായത് നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയുടെ പ്രതീക്ഷ എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ മക്കളിലാണ് പ്രതീക്ഷ എന്നുള്ളത്. അപ്പോൾ അത് ആ നിലയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ, അതായത് നമ്മുടെ കുടുംബത്തിന്റെയും നാടിന്റെയും നല്ല മക്കളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷക അവാർഡ് നേടിയ AVM റസാഖ്, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി പുരസ്കാരങ്ങൾ നേടിയ അംഗൻവാടി വർക്കർമാരായ ധനലക്ഷ്മി, ശ്രീദേവി എന്നിവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഉപഹാരം നൽകി ആദരിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, TR ശശി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ, വാർഡംഗം AA ശിഹാബ്, ഷഫീന നജീബ്, വാസു മാസ്റ്റർ, അപ്പുക്കുട്ടൻ, പ്രഭ, SJN നജീബ്, ശശിധരൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി A. സ്മിത നന്ദിയും പറഞ്ഞു. A+ വിജയികളെ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, മണ്ണൂർ രാജകുമാരനുണ്ണി എന്നിവർ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ കലാപഠന സ്കോളർഷിപ്പിന് ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി അർഹയായി. ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് കീഴിലെ സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സ് കമ്മ്യൂണിക്കേഷനിലെ MFA വിദ്യാർത്ഥിയായ KC സപ്തമോളാണ് 500,000 രൂപയുടെ സ്കോളർഷിപ്പിന് അർഹയായത്. ചുടുവാലത്തൂർ കൊട്ടേക്കാട് ചാലപ്പറമ്പിൽ KC സോമൻ്റെയും പത്മാവതിയുടെയും മകളാണ്. മാറ്റുലി. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ അഗ്നി പടർത്തി ഇറാനിൽ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. കുട്ടികളടക്കം 100ഓളം പേരാണ് ആക്രമണത്തിൽ മരിച്ചത്. ലോകസമാധാനത്തിന് ഇസ്രായേൽ ഭീഷണിയാണ് എന്ന ചോദ്യമാണ് ഇന്ന് മാറ്റുലിക്കുള്ളത്. പ്രതികരണങ്ങൾ കാണാം. ഇസ്രായേൽ ഇറാന്റെ മേലുള്ള കടന്നുകയറ്റം വളരെയധികം അപലപനീയമാണ്. കാരണം യുദ്ധം ഒരു രാജ്യത്തിനും നല്ലത് വരുത്തുകയില്ല, നന്മ വരുത്തുകയില്ല. ഇത് ഒരു 3ാം ലോകമഹായുദ്ധത്തിന് കളം ആകുമോ എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആശങ്ക. ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഒരിക്കലും യുദ്ധതന്ത്രങ്ങളിൽ ഏർപ്പെടുകയില്ല. മറ്റൊരു രാജ്യത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരു നേട്ടവും നേടാനില്ല. ഇത് മറ്റുള്ള രാജ്യങ്ങളെ തമ്മിൽ പ്രകോപിപ്പിക്കാനും മറ്റുള്ള രാജ്യങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടാനുമുള്ള ഒരു കളമാകുമോ എന്നാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഇസ്രായേലിന്റെ ഇറാന്റെ മേലുള്ള കടന്നുകയറ്റം. യാതൊരു തെറ്റും യാതൊരു ചിന്തയും ഇല്ലാത്ത നിഷ്കളങ്കരായ കുരുന്ന ജീവനുകളാണ് അവിടെ ബലിയപ്പെടുന്നത്. ഇത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. മനുഷ്യ മനസാക്ഷിക്ക് ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഓരോ ദിവസത്തെ പത്രവാർത്തകളും ദൃശ്യമാധ്യമങ്ങളും നമ്മൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നത്. ഇറാന്റെ മേലുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ഒരു രാജ്യവും യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്നാണ് എൻ്റെ വിലയേറിയ നിർദ്ദേശം. ഇസ്രായേൽ ഇത് ബോധപൂർവം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
ഇസ്രായേലും അമേരിക്കയും തമ്മിൽ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ ഇറാന് നേരെ ഇങ്ങനൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രായേൽ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആക്രമണം സംഘടിപ്പിക്കുകയും പാവപ്പെട്ട മനുഷ്യരെ വധിക്കുകയും കൊല്ലുകയും ചെയ്യുന്നൊരു സ്ഥിതി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം കൊണ്ടുചെന്നെത്തിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണം സംഘടിപ്പിക്കേണ്ട ഒരു രാജ്യമാണ്. അങ്ങനെ പ്രതികരണം സംഘടിപ്പിക്കുന്നതിൽ ഇന്ത്യ വേണ്ടത്ര മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. തീർച്ചയായും ഇസ്രയേലിൻ്റെ നടപടി അപലപനീയമാണ്. ലോക സമാധാനത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഏത് നയം ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയും രാജ്യവും നടത്തിയാലും അത് തള്ളിക്കളയേണ്ടതും അപലപിക്കേണ്ടതുമാണ്. ആ നിലയ്ക്ക് ഇസ്രയേലിൻ്റെ നടപടി ഇന്ന് ലോകസമാധാനത്തിന് ഭീഷണി സൃഷ്ടിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. യുദ്ധം ഒഴിവാക്കാൻ എല്ലാ നിലയ്ക്കും ലോക നേതാക്കന്മാർ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ലോക സമാധാനത്തിന് തന്നെ ഇസ്രായേൽ ഒരു ഭീഷണിയാണ്. കൂർമ്മബുദ്ധിക്കാരായ അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്യില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഫിറോനും കംസനും ഹിറ്റ്ലറും മുസോളിനിയെല്ലാം ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോകസമാധാനത്തിന് ഭീഷണിയാവുന്ന ഇസ്രായേൽ ഒരുപാട് കാലം ഭൂമുഖത്തുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ക്രൂരതയിൽ നമുക്ക് വ്യാകുല്യപ്പെടേണ്ടതില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം രാത്രിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ച പോലീസ് നടപടി പരാജയഭീതിയിലായ CPM-ന്റെ നിർദ്ദേശപ്രകാരമെന്ന് കോൺഗ്രസ്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ആഭ്യന്തരമെന്നും CPM-ന്റെ കയ്യിലായിരിക്കില്ലെന്ന വസ്തുത അടിമപ്പണി ചെയ്യുന്ന പോലീസുകാർ ഓർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. മരണകാരണം താലൂക്ക് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചയെന്ന് പരാതി. നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DMOയ്ക്ക് കലക്ടറുടെ നിർദ്ദേശം. E-POS സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വേതന പാക്കേജ് പരിഷ്കരിക്കണം. ഒറ്റപ്പാലത്ത് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം. പോത്തിറച്ചി കഴിച്ചതിന് 2 യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് 35 ദിവസം. മ്ലാവിറച്ചി കഴിച്ചെന്നാരോപിച്ച് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് ചാലക്കുടി സ്വദേശികളായ യുവാക്കളെ. ഇവർ കഴിച്ചത് മ്ലാവിറച്ചിയല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് യുവാക്കൾ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വിദേശ സിഗരറ്റുമായി ആലപ്പുഴ സ്വദേശി പിടിയിൽ. 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ എക്സൈസ് പിടിച്ചെടുത്തു. പിടിയിലായ യുവാവിനെയും സിഗരറ്റും സംസ്ഥാന GST വകുപ്പിന് കൈമാറി. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ഖത്തർ എയർവേസ് വിമാനത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.